സായാഹ്നം നേരുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ ആകാശ ദൃശ്യത്തിലൂടെ തന്നെ എവിടെയാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ മാസ് പവർ പഞ്ചായത്ത് എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാകും. ഒരു മുഖവിരയും ആവശ്യമില്ലാത്ത കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമായിട്ടുള്ള കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഇന്നത്തെ പൊളിറ്റിക്കൽ മാസ് എത്തി നിൽക്കുന്നത്. എന്തൊക്കെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് കോർപ്പറേഷനിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ച? എങ്ങനെ ജനങ്ങൾ വോട്ടർമാർ കോഴിക്കോട് കോർപ്പറേഷനിലെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തെ വിലയിരുത്തുന്നു? പ്രതിപക്ഷത്തിന്റെ പെർഫോമൻസ് ഏതെല്ലാം വിധത്തിലായിരുന്നു? വിശദമായി പരിശോധിക്കാം. പൊളിറ്റിക്കൽ മാസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കോഴിക്കോട്ടെ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, നേതാക്കൾ നമുക്ക് പാനലിസ്റ്റുകളായി ലഭിച്ചിരിക്കുന്നു. ആദ്യം പാനലിസ്റ്റുകളെ പരിചയപ്പെടുത്താം. CPIM നിന്ന്, LDF നിന്ന് ശ്രീ മുസാഫർ അഹമ്മദ്, BJP നിന്ന് ശ്രീമതി നവ്യ ഹരിദാസ്, UDF നിന്ന്, കോൺഗ്രസിൽ നിന്ന് ശ്രീ PM നിയാസ് എന്നിവരാണ് നമ്മുടെ പാനലിസ്റ്റുകളായി ഇന്ന് ഈ സായാഹ്നത്തിൽ നമുക്കൊപ്പം ചേരുന്നത്. ഒപ്പം പറഞ്ഞതുപോലെ കോഴിക്കോട്ടെ പ്രബുദ്ധരായ നൂറുകണക്കിന് വോട്ടർമാർ ഈ ചർച്ചയുടെ ഭാഗമായി കോഴിക്കോട് ബീച്ചിൽ ഇവിടെ എത്തി നിൽക്കുകയാണ്. ആദ്യം മുസാഫർ അഹമ്മദിൽ നിന്ന് തുടങ്ങാം. ശ്രീ മുസാഫർ അഹമ്മദ്, കഴിഞ്ഞ 5 കൊല്ലം ഭരിച്ചു. 5 കൊല്ലമല്ല, അതിന് മുൻപും ടൈം ഉണ്ടായിരുന്നു. പക്ഷേ 5 കൊല്ലത്തെ ഭരണമാണല്ലോ ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. എങ്ങനെ ഭരിച്ചു? എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് നൽകും? ഈ കഴിഞ്ഞ 5 വർഷത്തെ LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണത്തിൻ്റെ പ്രത്യേകത, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി കോഴിക്കോട് നഗരത്തിൽ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഏതാണ്ട് അത് നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടായിരുന്നു ഭരണതലത്തിൽ 5 വർഷക്കാലം LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വലിയ പരിശ്രമം നടത്തി അതിന് കാലാവധി പൂർത്തിയാക്കിയത്. തുടർച്ചയായ നഗരഭരണ സംവിധാനത്തിൻ്റെ തുടരേണ്ട പദ്ധതികൾ പൂർത്തീകരിക്കുകയും ഒട്ടനേകം നഗരവികസനത്തിനാവശ്യമായിട്ടുള്ള പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചും ഓരോ വർഷവും മുന്നോട്ട് വയ്ക്കുന്ന വാർഷിക പദ്ധതികളിലും ബജറ്റുകളിലും മുന്നോട്ട് വയ്ക്കപ്പെട്ട പദ്ധതികൾ പ്രാവർത്തികമാക്കാനായിട്ട് കൂട്ടായ പരിശ്രമമാണ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. അത് 10-20 വർഷം മുമ്പേ ഏതൊരു തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭയുടെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും ഒക്കെ മുഖ്യ രാഷ്ട്രീയ വികസന പ്രശ്നം നഗരത്തെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളമായിരുന്നു. വളരെയേറെ കുടിവെള്ള പ്രശ്നം നേരിടുന്ന ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ വികസന പ്രശ്നം കണ്ട് സമ്പൂർണമായും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ 118 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നടത്തിയ ബൃഹത്തായ പദ്ധതി ഒന്ന് എടുത്തു തന്നെ പരിശോധിച്ചാൽ 1 ലക്ഷത്തോളം പുതിയ ഗാർഹിക കണക്ഷനുകൾ, 30,000-ഓളം സൗജന്യ വാട്ടർ കണക്ഷനുകൾ, എല്ലായിടത്തും ജൈക്ക പദ്ധതി യാഥാർത്ഥ്യമായതോടുകൂടി വീടുകളിൽ വെള്ളം എത്തിക്കുന്ന പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളത് ശരി 1-ാം നമ്പർ വികസന പ്രവർത്തനത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ശരി, അനേകം വികസന പദ്ധതികൾ. ശരി, അങ്ങക്ക് വിശദമായി പറയാനുണ്ടാകും. അതിലേക്ക് വരുന്നതിന് മുമ്പ്, നവിയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ PM നിയാസ്, മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ കഴിഞ്ഞ 5 കൊല്ലം നിങ്ങളുടെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു? മാത്രമല്ല, ഈ കോഴിക്കോട്ടെ ജനം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ? നോക്കൂ, 5 കൊല്ലത്തെ ഭരണമല്ല. എൻ്റെ സുഹൃത്ത് മുസാഫർ പ്രതിനിധാനം ചെയ്യുന്ന CPM LDFും 50 കൊല്ലമായി കോഴിക്കോട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ഇടതടവില്ലാതെ ഒരിക്കൽ പോലും ഒരു പ്രതിപക്ഷം ഒരു 3-2 ഭൂരിപക്ഷം മിക്കവാറും എല്ലാ കാലങ്ങളിലും ഉണ്ടായി മുന്നോട്ട് പോയ ഒരു കാരണമാണ്. അപ്പോൾ 50 വർഷത്തെ പ്രോഗ്രസ് കാർഡാണ് നമ്മൾ പരിശോധിക്കുന്നത്. അല്ല, ഞാൻ 5 എന്ന് പറയാനൊരു കാരണം ഈ ഇടയ്ക്കെല്ലാം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനം അവർക്ക് മാൻഡേറ്റ് നൽകിയിരുന്നു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ശരി. നമ്മളിപ്പോൾ ഇവിടെ ചിന്തിക്കുമ്പോൾ അവിടെ മുസാഫർ അവതരിപ്പിച്ച ഒരു പാർട്ടി മുന്നണി 50 വർഷം കോഴിക്കോട് നഗരത്തിൽ ഭരിക്കുന്നു. ഞങ്ങൾ പറയുന്ന 50 വർഷം കൊണ്ട് ഒരു നഗരത്തിൽ എന്താ പറയുക, അൺഒപ്പോസ്ഡ് പോലെ മുന്നോട്ട് കൊണ്ടുപോയി. ഏതാണ്ട് ഇപ്പോൾ 10 വർഷം അടുപ്പിച്ച് LDFന്റെ ഭരണം കേരളത്തിലും വരികയാണ്. ഈ 50 വർഷം കൊണ്ട് കോഴിക്കോടിന് എന്ത് നേടി? കോഴിക്കോടിന് ശേഷം നഗരസഭയായതാണ്, കോർപ്പറേഷൻ ആയതാണ് കൊച്ചിയുമായി നമ്മൾ കമ്പയർ ചെയ്യണം. അതിന് 2000-ൽ വന്ന തൃശ്ശൂർ ഉൾപ്പെടെ 2015 വന്ന കണ്ണൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തണം. അപ്പോൾ നമ്മളിവിടുത്തെ കാതലായ പ്രശ്നം ഏറ്റവും പ്രധാനമായി, ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 5-8 ദിവസമായി വിവിധ വീടുകൾ കയറുകയാണ്. ആ വീടുകളിൽ
പാവപ്പെട്ടവരെയും സാധാരണക്കാരനും പണക്കാരനും ഒക്കെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ള സാഹചര്യം എന്നെ ഏറ്റവും ഞെട്ടിക്കുന്നതും ഏറ്റവും പ്രയാസപ്പെടുത്തുന്നതുമാണ്. എല്ലാ വീടുകളിലും ഒന്നുകിൽ കുട്ടികൾ പഠിക്കാനായി പുറത്തു പോകുന്നു, അല്ലെങ്കിൽ ജോലിക്കായി പുറത്തു പോകുന്നു, കല്യാണം കഴിച്ച് അവിടെ സെറ്റിൽ ചെയ്യുന്ന അവസ്ഥ. എന്താണ് കാരണം? ഇവിടെ കോഴിക്കോട് നഗരം, അതും വാസ്കോഡിഗാമ വന്ന നഗരമാണെന്ന് ഓർക്കണം. ഇന്ത്യയിലേക്ക് വാസ്കോഡിഗാമ എത്തിയത് കോഴിക്കോടാണ്. അപ്പോൾ ചിരപുരാതനമായ കോഴിക്കോട് നഗരത്തിൽ അവിടെ യുവാക്കളെ, യുവതികളെ, അല്ലെങ്കിൽ അഭ്യസ്തവിദ്യരായ ആളുകളെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യമോ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യമോ ഇനി അത് രണ്ടും വേണ്ട എന്ന് വിചാരിക്കുക. അവർക്കൊരു വൈബ് വേണ്ടേ? അവർക്കിവിടെ പഠിക്കാൻ വൈബില്ല. ബാംഗ്ലൂരിൽ ആളുകൾ പോകുന്നു, കോവയിൽ ആളുകൾ പോകുന്നു, ചെന്നൈയിൽ ആളുകൾ പോകുന്നു, വിദേശങ്ങളിലേക്ക് പോകുന്നു. ഇവിടുന്ന് എത്ര പേര് കേരളത്തിൽ നിന്നും ഈ കോഴിക്കോട് നിന്നും എത്ര പേര് എറണാകുളത്തും പിന്നെ ബാംഗ്ലൂരിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നു? ആരെങ്കിലും ഒരാൾ മൈഗ്രേറ്റ് ചെയ്ത് കോഴിക്കോടേക്ക് വരുന്നു. എന്തുകൊണ്ട്? IT പാർക്ക് ഉണ്ടാക്കിയെന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് IT പാർക്ക് നമ്മൾ കണ്ടു, കൊച്ചിയിൽ IT പാർക്ക് കണ്ടു. ആ IT പാർക്കിൻ്റെ ഒരു ശവകുടീരം മാത്രമാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഒരു കാരണം. പാർക്ക് ഇപ്പം ഞാനിവിടെ വന്ന് 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇവിടേക്ക് എത്താൻ പറ്റിയത്. കോഴിക്കോട് ബീച്ചിലാണ്. എൻ്റെ കാറിൽ ഡ്രൈവർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം കാർ ഉപയോഗിക്കുന്നുണ്ട്. ശരി, അത് ഓട്ടോറിക്ഷ വിളിച്ച് വരണം ഇവിടേക്ക് വരണമെങ്കിൽ. ഇപ്പോൾ ഇത് കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങളുടെ അവസ്ഥ ഇതിനാണ്. ബസ് സ്റ്റാൻഡുകളുടെ അവസ്ഥ ദയനീയമാണ്. കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ബസ് സ്റ്റാൻഡുകൾ. അതുപോലെ ഓരോ മേഖലകൾ എടുത്തു നോക്കിയാലും 50 കൊല്ലം കൊണ്ട് വെള്ളക്കെട്ടിൻ്റെ കാര്യം ഞാൻ നിൽക്കുന്ന ഭാഗം അത് പറയാതെ പോയാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിനോട് ശരി, നമുക്ക് വിശദമായി പറയാം. വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് വരാം. അങ്ങേക്ക് മറുപടി നൽകാനുള്ള സമയം തരാം. നവ്യ, അങ്ങ് കൗൺസിലർ കൂടി ആയിരുന്ന അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഭരണത്തെ? BJPയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു കോഴിക്കോട്? കഴിഞ്ഞ 5 വർഷമല്ല, ഈ കോഴിക്കോട് കോർപ്പറേഷൻ രൂപീകൃതമായ ആ നാൾ മുതലുള്ള വികസന പ്രവർത്തനങ്ങൾ, ഈ കോഴിക്കോട് എന്ത് വന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഓരോ പ്രകടന പത്രികയിലും കോഴിക്കോട് കോർപ്പറേഷൻ പുറത്തിറക്കാറുണ്ടെങ്കിലും ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ പ്രാബല്യത്തിൽ വരുത്താതെ വീണ്ടും 5 വർഷം കഴിഞ്ഞു വരുന്ന സമയത്ത് അതേ കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ എന്നും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട എൻ്റെ സഹ കൗൺസിലർ കൂടിയായിരുന്ന ഡെപ്യൂട്ടി മേയർ ആയിരുന്ന ശ്രീ മുസാഫർ അഹമ്മദ്, അദ്ദേഹം ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ്റെ നേട്ടം എന്നുള്ള കാര്യത്തിൽ ഏറ്റവും ആദ്യം പരാമർശിച്ചത് 1 ലക്ഷത്തോളം ഗാർഹിക കണക്ഷനുകൾ കോഴിക്കോട് കോർപ്പറേഷനിൽ നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ 1 ലക്ഷം ഗാർഹിക കണക്ഷനുകളും കോഴിക്കോട് കോർപ്പറേഷന് നൽകാൻ സാധിച്ചത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അമൃത് പദ്ധതിയിലൂടെയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ പല കാര്യങ്ങളും മുൻപോട്ട് വെച്ചെങ്കിൽ ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരുപാട് ഗുണഭോക്താക്കളെ കണ്ടെത്തി വലിയ പട്ടിക നമ്മൾ തയ്യാറാക്കിയിരുന്നു. പക്ഷെ ആ പട്ടികയിൽ പെട്ടിട്ടുള്ള എത്ര ആളുകൾക്ക് വീട് എന്നൊരു സ്വപ്നം അത് സാക്ഷാത്കരിച്ച് കൊടുക്കാൻ കോഴിക്കോട് കോർപ്പറേഷന് സാധിച്ചു? ആ ഭൂമി ഏറ്റെടുക്കലും ആ വീട് നിർമ്മിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും വലിയ പരിഗണനയോട് കൂടെ കണ്ടിരുന്നതാണ്. പക്ഷെ അതൊന്നും തന്നെ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്തും അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ കാഴ്ചക്കാരായിട്ട് നിരവധി സ്ത്രീകളും കുട്ടികളും ഇരിക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രശ്നം തന്നെ ഞാനിവിടെ പറയാൻ പോവാണ്. ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന സമയത്ത് ഞാനും ഇതിൻ്റെ സംഘാടകരോട് ചോദിച്ചത് പാർക്കിങ്ങിന് വേണ്ടി ഒരു സ്പേസ് കിട്ടുമോ എന്നുള്ളതാണ്. കാരണം ഒരു ഗസ്റ്റായിട്ട് വരുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഗസ്റ്റായിട്ട് വരുന്ന ആളുകൾക്ക് പോലും ഒരു പാർക്കിംഗ് സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഈ കോർപ്പറേഷനകത്ത് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ആവശ്യം അത് കോർപ്പറേഷൻ തള്ളിക്കളഞ്ഞു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിരവധി കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നഗരത്തിനകത്ത് കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പാർക്ക് എന്ന സ്വപ്നം അതിന്നും ഒരു സ്വപ്നമായിട്ട് തുടരുകയാണ്. ഈ നഗരത്തിൽ എവിടെയും കുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് കളിക്കാനുള്ള ഒരു സൗകര്യം ഇന്ന് വരെ കോർപ്പറേഷൻ നൽകി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നമുക്ക് ലയൺസ് പാർക്ക്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ആ ലയൺസ് പാർക്കിൽ വന്നിരുന്ന അതിലൊരു സീസോയും ഒരു റോക്കറ്റും ഒരു മീനിൻ്റെ കൂടെ ആയിട്ടുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മങ്ങി മറഞ്ഞു പോകുന്ന ഒരു കാഴ്ച. പല നഗരങ്ങളും മൂടി പിടിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്കറിയാം അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് പാർക്കുകളുടെ നവീകരണം എന്ന പേരിൽ നിരവധി കോടികളാണ് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നഗരാസൂത്രണ കമ്മിറ്റി അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചിരുന്നെങ്കിൽ ആ പാർക്ക് നമുക്ക് ഭംഗിയായിട്ട് നിലനിർത്താൻ സാധിക്കുമായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്ന സൗകര്യങ്ങൾ പോലും കുട്ടികളിൽ നിന്നും അടർത്തെടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കോർപ്പറേഷനിൽ. മാത്രമല്ല ഇവിടെ സ്ത്രീകൾ നിരവധിയായിട്ടുണ്ട്. അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് സൗകര്യമാണ് നഗരത്തിലുള്ളത്?
ഇവിടെ 5 രൂപ കൊടുത്ത് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് നമ്മുടെ ബീച്ചിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യം, അവിടെ 5 രൂപ കൊടുത്ത് ടോയ്ലറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നത് നേരെ പുറത്തേക്കാണ്. അത് മറച്ചു വെക്കാൻ വേണ്ടി ഒരു പച്ച നെറ്റ് കെട്ടി മറച്ചിരിക്കുകയാണ്. ആ നെറ്റ് പൊക്കി നോക്കിയാൽ നമുക്കറിയാം ആ മാലിന്യങ്ങൾ മുഴുവനും എത്തുന്നത് പൊതു ഇടങ്ങളിലേക്കാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളുടെ, കുട്ടികളുടെ, പൗരന്മാരുടെ എല്ലാവരുടെയും അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് മറ്റെന്തെല്ലാമോ കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് പോകുന്ന ഒരു കോർപ്പറേഷനെയാണ് നമ്മൾ കാണുന്നത്. ശരി, മുസാഫർ അഹമ്മദിന് ഒരുപാട് ആരോപണങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. അടിസ്ഥാനപരമായി കോഴിക്കോടിന് കാര്യമായിട്ടൊന്നും LDF ചെയ്തില്ലേ, CPIM ചെയ്തില്ലേ? 50 വർഷം യഥാർത്ഥത്തിൽ എന്തു ചെയ്തു എന്നാണ് അവർ ചോദിക്കുന്നത്. രണ്ടുപേരും ഒരേ വാദമാണ് ഉന്നയിക്കുന്നത്, ഒരേ പക്ഷത്തു നിന്നുകൊണ്ടാണ്. അതിൽ ആങ്കർ ഇടപെട്ട് പറഞ്ഞ പോലെ ഓരോ തെരഞ്ഞെടുപ്പിലും LDF മാൻഡേറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലൊക്കെ ഈ നഗരത്തിൽ വോട്ട് ചെയ്യുന്ന വോട്ടർമാർ 45 വർഷക്കാലം ഈ ഭരിച്ചാൽ 50 വർഷക്കാലം ഭരിച്ച നഗരഭരണം തൃശ്ശൂർ നഗരത്തെയും കണ്ണൂർ നഗരത്തെയും ഒക്കെ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് PM നിയാസിനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ തൃശ്ശൂരും കണ്ണൂരുമൊക്കെ കാണുന്നവരാണ് ഈ സദസ്സിലിരിക്കുന്നവർക്ക്. അത്ര അതിശയോക്തിയോടി പറയുന്നത് നമുക്ക് ഏകപക്ഷീയമായ രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ പറയാം. കോഴിക്കോട് ഇന്ത്യയിലെ വളരുന്ന ആദ്യത്തെ 10 നഗരങ്ങളിലൊന്നാണ്. ഈ നഗരം വളരുന്നു എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനിക്കാൻ വേണ്ടി പറ്റുന്ന വളർച്ചയുടെ ആദ്യത്തെ അടിസ്ഥാനപരമായ നേട്ടം മാത്രമാണ് എനിക്ക് പറയാൻ നിങ്ങൾ സമയം അനുവദിച്ചത്. ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ അടിസ്ഥാനപരമായ ഒരുപാട് വികസനങ്ങൾ നടന്നു. ഭവന പദ്ധതി സംസ്ഥാനത്ത് 4,80,000-ഓളം വീടുകൾ നിർമ്മിച്ചപ്പോൾ 4,000-ലേറെ വീടുകൾ നിർമ്മിച്ച നഗരമാണ് അത്. നഗരത്തിൽ ഇതെല്ലാം 5 വർഷക്കാലം എന്തെല്ലാം നേടി പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗ്രാമർ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കാൻ എൻ്റെ സുഹൃത്ത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. എന്തെല്ലാം ഈ നഗരത്തിൽ നടന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കേണ്ടത്, കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭരണം സംസ്ഥാന കേന്ദ്ര ഭരണം പോലെയല്ല. അവിടെ ഭരണപക്ഷം പ്രതിപക്ഷമില്ല, ഭരണസമിതി ആകെയാണ് തീരുമാനിക്കുന്നത്. ഇവിടെ ഈ നഗരത്തിൽ ധാരാളം വികസനങ്ങൾ നടക്കേണ്ടതുണ്ട്. കുട്ടികളുടെ കളിസ്ഥലം, പാർക്ക്. PM നിയാസ് കഴിഞ്ഞ കൗൺസിൽ അംഗമായിരുന്നല്ല, നവ്യ ഹരിദാസ് കഴിഞ്ഞ കൗൺസിൽ അംഗമാണ്. PM നിയാസ് ഉണ്ടായിരുന്ന കൗൺസിലിൻ്റെ കാലത്ത് ലയൺസ് പാർക്ക്, ലയൺസ് ക്ലബിന് തന്നെ വീണ്ടും നവ്യ ഹരിദാസും ആ കൗൺസിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലയൺസ് ക്ലബിന് തന്നെ പാർക്ക് നവീകരിക്കാൻ വിട്ടുകൊടുത്താണ് ആ കൗൺസിൽ, ബഹുമാനപ്പെട്ട തോട്ടത്തിൽ മേയറായ കാലത്ത്. അല്ല നവ്യ, കോവിഡ് കാലത്ത് അടച്ചു കിടന്നപ്പോൾ ഈ ലയൺസ് പാർക്ക് കഴിഞ്ഞ 2 വർഷം മുമ്പേ ഈ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ചു കോർപ്പറേഷൻ ഏറ്റെടുക്കാൻ. മാധ്യമങ്ങളിൽ വാർത്ത വന്നാണ്. അതിൻ്റെ പദ്ധതി അംഗീകരിച്ചു കോർപ്പറേഷൻ. 7.5 കോടിയുടെ ഭരണാനുമതി ലഭിച്ചു. പരിശോധിക്കാം, ഇതെല്ലാം ബഹുമാനപ്പെട്ട നിയാസ് കൗൺസിലറുടെ കയ്യിലുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിലുണ്ട്. ടെൻഡർ നടപടിയിലേക്ക് പോവുകയാണ്. അത് പ്രവൃത്തി നടന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ കാലത്ത് പുരോഗതി ഉണ്ടായില്ല എന്ന് പറയാൻ പാടില്ല. അത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ പ്രവൃത്തി ഭരണാനുമതി ലഭിച്ചു എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അനുമതി ലഭിച്ചു എന്നുള്ളതാണ്. സാങ്കേതിക അനുമതി ലഭിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീർച്ചയായും ലയൺസ് പാർക്കിന്റെ പ്രവൃത്തിയിലേക്ക് പോകും. ഇത്തരം ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവർ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഈ നിൽക്കുന്ന ഇത്രയും ജനക്കൂട്ടത്തിന് അല്ലെങ്കിൽ ന്യൂസ് മലയാളം ഇപ്പോൾ കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് കോഴിക്കോടൊക്കെ എപ്പോഴെങ്കിലും അവർ വന്നിട്ടുണ്ടാവുമല്ലോ. അവർ ചോദിച്ചൊരു കാതലമായ പാർക്കിംഗ് ഉണ്ടോ? ശരി, ഞാൻ കിടക്കുന്നു. ഈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാം ലക്ഷണമൊത്ത നഗരമാണ് എന്ന അവകാശവാദമൊന്നും ഒരു കാലത്ത് നമ്മൾ ആരും ഉന്നയിച്ചിട്ടില്ല. ഈ നഗരം ബ്രിട്ടീഷ് ഭരണകാലത്ത് മുനിസിപ്പാലിറ്റിയായി, 60 വർഷം മുമ്പ് നഗരസഭ മുനിസിപ്പൽ കോർപ്പറേഷനായി. ഇത് കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ 115 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള കൊച്ചു നഗരമാണ്. അതുകൊണ്ട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ട്, സാധ്യതകളുണ്ട്. പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാനുള്ള കൂട്ടായ ശ്രമം ഈ കാലത്ത് നടത്തിയിട്ടുണ്ട്. പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാൻ മുൻകാല കൗൺസിലുകൾ ശ്രമം നടത്തിയിട്ടുണ്ട്. പരിഹാരത്തിലേക്ക് എത്തിയിട്ടില്ല, നിശബ്ദമായി നിൽക്കുകയല്ല ചെയ്തുള്ളത്. പക്ഷെ PM നിയാസിൻ്റെ കക്ഷിക്ക് UDF-ന് പാർക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ ധാർമ്മിക അവകാശമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. മുൻകാല കൗൺസിലുകൾ തീരുമാനിച്ച ലിങ്ക് റോഡിലെ പാർക്കിംഗ് പ്ലാസ PPP പദ്ധതിയായി CDA ഉള്ള സംവിധാനത്തിൽ അന്ന് തീരുമാനിച്ചാണ്. CDA ആരായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം കാലത്ത്. ആ പാർക്കിംഗ് പ്ലാസ പദ്ധതി അടക്കം ഇവിടുത്തെ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡ് പദ്ധതികൾ ഇതെല്ലാം 14-15 വർഷം മുമ്പേ ആരോപണം ഉന്നയിച്ച് വിജിലൻസ് കോടതിയിൽ കേസ് കിടന്ന് 1 വർഷം മുമ്പെയാണ് കേസ്. ഒരക്ഷരവും കോടതിയിൽ പോയി പരാതി കൊടുത്തവർക്ക് പറയാൻ കഴിയാതെ കോടതി കേസ് അവസാനിപ്പിച്ചു. പാർക്കിംഗ് പ്ലാസ
14 വർഷം നീണ്ടുപോയതിൻ്റെ ഉത്തരവാദിത്വം പക്ഷെ PM ന്യാസ് പ്രതിനിധാനം ചെയ്യുന്ന UDF-നുണ്ട്. രേഖകൾ പരിശോധിക്കണം. വിജിലൻസ് കോടതിയിൽ കേസ് കെട്ടി അവിടെ കൊണ്ടുപോയി അതുപോലെയുള്ള പദ്ധതികൾ. നമുക്കൊരു ചർച്ചയിലേക്ക് പോകാം. നിങ്ങളാണോ ഇതിന് ഉടക്ക് വെച്ചത്? പാർക്കിംഗ് പ്രശ്നത്തിൽ ഉടക്ക് വെച്ചത് നിങ്ങളാണോ? ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റ് പാർക്കിംഗ് ഇല്ല എന്നുള്ളതാണ്. ആകെ 20 വർഷം മുമ്പ് പറയട്ടെ, പാർക്കിംഗ് പ്ലാസ ഒരു പദ്ധതി മാത്രമാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള ഒരു പദ്ധതി മാത്രമാണ്. പാർക്കിംഗ് പ്ലാസ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞോട്ടെ ഞാനതിൽ തർക്കത്തിലില്ലല്ലോ. ആ 20 കൊല്ലമായി ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ്. 20 വർഷമായി ഒരു കോടതിയിൽ കേസുണ്ട് എന്ന് പറഞ്ഞ് അത് മിണ്ടാതെ അടയായിരിക്കേണ്ടതാണ് അവർ ചെയ്യേണ്ടത്. ഞാനത് പറഞ്ഞോട്ടെ പ്ലീസ്. അങ്ങ് ഇത് എൻ്റെ ഊഴമാണ്, ദയവായി അങ്ങ് സഹകരിക്കണം. എൻ്റെ അഭിപ്രായം, എൻ്റെ ചോദ്യം, കോടതിയിൽ ഒരു കേസ് കൊടുക്കാനുള്ള കാരണം എന്താ? അതിന് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ പോകാതിരിക്കുമ്പോൾ ഏതൊരു പൗരനും കോടതി കേസ് കൊടുക്കും. അതിലെന്ത് തെറ്റാണുള്ളത്? അപ്പോൾ അതിൽ നിങ്ങൾക്ക് തെറ്റില്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ സമയപരിധി ഉണ്ടല്ലോ. നല്ല വക്കീൽമാരെ വെച്ച്, ഞാനൊരു അഭിഭാഷകനാണ്, ഏത് കോടതിയിലും കൃത്യമായി അത് ഹാജരായി അത് മുന്നോട്ട് കൊണ്ടുപോയാൽ ആ കേസ് തീർക്കാം. ഇനി അത് പോട്ടെ, അവിടെ മാത്രമല്ലല്ലോ പാർക്കിംഗ് പ്ലാസ, അവിടെ മാത്രം മതിയോ? ഈ കോഴിക്കോട് ബീച്ചിൽ മാരി ടൈം ബോർഡുമായി ചേർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ പാർക്കിംഗ് പ്ലാസ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ട് 10 വർഷമായല്ലോ, ഒരു തറക്കല്ല് പോലും ഇട്ടില്ലല്ലോ. മെഡിക്കൽ കോളേജിൽ എത്ര വർഷമായി? 30 വർഷമായി മെഡിക്കൽ കോളേജിൽ പാർക്കിങ്ങും ബസ് സ്റ്റാൻഡും കോംപ്ലക്സുമായി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾ ആരും കേസ് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങ് വെപ്രാളപ്പെടണ്ട, ഞാൻ വഴങ്ങാം. ഇത് ഞാൻ പറഞ്ഞോട്ടെ. മീഞ്ചന്ത ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കണമെന്ന് എൻ്റെയൊക്കെ കുട്ടിക്കാലം മുതൽ കേൾക്കുന്നതാണ്. മീഞ്ചന്ത ബസ് സ്റ്റാൻഡ് ഞങ്ങൾ ആരും കുഴപ്പമുണ്ടാക്കിയിട്ടില്ലല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം പറയാം. നിങ്ങൾ 50 കൊല്ലം ഭരിച്ച കേസുമായിട്ട് നിങ്ങൾ നിന്നല്ലോ. 5 കൊല്ലം ഞങ്ങൾക്ക് താ. ഈ എല്ലാ കേസും പരിഹരിച്ച് 2 വർഷം കൊണ്ട് ഇതെല്ലാം പൂർത്തീകരിക്കാനുള്ള വിദ്യ ഞങ്ങളുടെ കയ്യിലുണ്ട്. ലോകത്തെ ഏത് കോടതിയിലും രാജ്യത്തെ ഏത് കോടതിയിലും പോയിക്കോ, ഞങ്ങൾ നടത്തും. ഇച്ഛാശക്തി വേണം, ഇച്ഛാശക്തി വേണം. തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് 5 കൊല്ലമല്ല 50 കൊല്ലം നിങ്ങൾ നടത്തിയ ബഡ്ജറ്റ് പ്രസംഗം ഇവിടെ വെച്ചാൽ ഈ 2 മതില് വെക്കാൻ പറ്റുന്ന ബഡ്ജറ്റാണ്. എന്ത് നടപിലാണ് എടുത്തത്? 30 കൊല്ലം മുമ്പ് നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഉണ്ടാക്കാൻ പോണു ബസ് സ്റ്റാൻഡ്, മെഡിക്കൽ കോളേജ്. ഇപ്പോഴും എല്ലാ കൊല്ലം ആവർത്തിക്കുകയാണ്. 20 കൊല്ലമായി. പ്രേക്ഷകർ കേൾക്കട്ടെ. നിയാസ് വക്കീൽ ഇപ്പോൾ പറഞ്ഞു, വക്കീലാണല്ലോ, ഒരാൾ കോടതിയിൽ കേസ് കൊടുത്താൽ, പരാതി കൊടുത്താൽ, കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ തെളിയിക്കേണ്ടത്, അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടത് കോർപ്പറേഷനാണോ? നിങ്ങൾ പറയുന്നു പറഞ്ഞ ഈ പാർക്കിംഗ് പ്ലാസ, മീഞ്ചന്ത ബസ് സ്റ്റാൻഡ്, മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ്, ഇതെല്ലാം 14 കൊല്ലക്കാലം വികസനം തടഞ്ഞ ആള്. നിങ്ങൾക്ക് പോലും അറിയില്ല മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് നിങ്ങൾ കേസിന് പോയി എന്ന്. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രേക്ഷകരോട് പറയും. നവി, എങ്ങനെയാണോ കാര്യങ്ങൾ? ഇവിടെ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം അലങ്കരിക്കുന്ന ആളുകൾ ആ വാഗ്ദാനങ്ങൾക്ക് തടയിടാൻ വേണ്ടി കേസിന് പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് BJPയുടെ പ്രസക്തിയും. ഇത്തരത്തിൽ തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ ഞങ്ങൾ മുൻപോട്ട് വെക്കുന്നതും അത് തന്നെയാണ്. BJP അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വികസന കാഴ്ചപ്പാടുകൾ ഈ കോഴിക്കോട് കോർപ്പറേഷനകത്ത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വോട്ടർമാരെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികൾ, ആ വികസന പദ്ധതികളുടെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റെല്ലാ നഗരങ്ങളും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കോഴിക്കോട് കോർപ്പറേഷൻ മാത്രം ഇന്നും ചളിയിലാണ്ട് പോയിരിക്കുന്ന ഒരു കോർപ്പറേഷനായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു മഴക്കാലം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇവിടെയുള്ള പ്രേക്ഷകരുണ്ടല്ലോ, സ്റ്റേഡിയം ഭാഗത്തേക്ക് നമുക്ക് വാഹനമായിട്ട് പോകാൻ സാധിക്കുമോ?
LICയുടെ ഫ്രണ്ടിൽ ബസ് കാത്തു നിൽക്കുന്ന ആളുകളുടെ ഗതികേട് നമ്മൾ കണ്ടിട്ടുണ്ട്. ചിന്താമണി ജംഗ്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് വെള്ളമാണ് വരുന്നത്? ഡ്രെയിനേജുകളിൽ നിന്നും വരുന്ന അഴുക്ക് ചാലുകൾ, അതിൻ്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുള്ള മാലിന്യം അടക്കമുള്ള വെള്ളത്തിൽ ചവിട്ടിക്കൊണ്ടാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ആ ഭാഗത്ത് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാർ ആരാണ് എന്നുള്ളത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ പറയണം. കാരണം കഴിഞ്ഞ 50 വർഷക്കാലമായിട്ട് അവർ മാത്രമേ ഭരിച്ചിട്ടുള്ളൂ. അങ്ങനെയാണോ കാര്യങ്ങൾ? ഈ നഗരപ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയമായ എന്തെങ്കിലും വിരോധ നഗരവാസികളോട് തീർക്കുക എന്ന മട്ടിൽ പറയും. അല്ല, ഒരിക്കലുമല്ല. കാരണം ഈ നഗരത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ആവശ്യം, ആ ആവശ്യത്തിന് വേണ്ടി 50 വർഷക്കാലം കൊണ്ട് ഈ ഭരണകക്ഷിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇപ്പോഴും നഗരഭരണത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്ക് കൃത്യമായ ധാരണ പൂർണ്ണമായിട്ടുണ്ടാവില്ലെങ്കിൽ പോലും ജനപ്രതിനിധികളായ കൗൺസിലർമാർക്കറിയാം. ഇപ്പൊ 75 വാർഡുള്ള ഓരോ നഗരപ്രദേശങ്ങളിലെ ഡ്രെയിനേജുകളെല്ലാം നിർമ്മിക്കുന്നത് ഏതെങ്കിലും സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിന്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനെയാകണം എന്ന അഭിപ്രായം തീർച്ചയായും ഒരു ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ ഡ്രെയിനേജ് മേഖലയിൽ ഉണ്ടാക്കണം എന്നാവശ്യം നമ്മൾ ചർച്ച ചെയ്യും. CWRDM ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുമായി നഗരസഭ ഈ കാലത്ത് തന്നെ ചർച്ച ചെയ്യും. അതിന് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്ന നടപടിയിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു, കണ്ണടച്ചാലിരുട്ടാവില്ല. ഈ നഗരത്തിലെ നിങ്ങൾ ഇപ്പൊ മാസ്റ്റർ പ്ലാൻ ആലോചിക്കുന്നുള്ളൂ. 50 കൊല്ലമായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ വേണമെന്ന് താങ്കളുടെ പാർട്ടിക്ക് ഇതിനു മുമ്പുള്ള ആളുകൾക്ക് തോന്നിയില്ലേ? ഞാൻ പറയട്ടെ, നിങ്ങളൊരു കൗൺസിലറാണ്, നവ്യ ഹരിദാസ് ഒരു കൗൺസിലറാണ്, ഞാനൊരു കൗൺസിലറാണ്. ഈ വാർഡുകളിലെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായ ഡ്രെയിനേജുകൾ നിർമ്മിക്കുന്നു. എവിടെയെല്ലാം നിർമ്മിക്കണം, ഏതൊക്കെ നിർമ്മിക്കുന്നു എന്നുള്ളത് കാലാകാലങ്ങളായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതല്ല. ഡ്രെയിനേജുകൾ നിർമ്മിക്കുന്നത് ശാസ്ത്രീയമാകണം. ഓരോ വാർഡുകളിലുമുള്ള ഡ്രെയിനേജ് നിർമ്മാണം, അതിന്റെ കണക്ടിവിറ്റി പ്രശ്നങ്ങളെല്ലാം ശാസ്ത്രീയമായി പരിശോധിച്ചുകൊണ്ടാണോ? എല്ലാ വാർഡിലും കക്ഷികൾ, ഓരോ ജനപ്രതിനിധികളുണ്ട്. ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിക്കുന്ന മേഖലകളിൽ ഡ്രെയിനേജ് നിർമ്മിക്കും, അവിടെ മുൻഗണന കൊടുക്കും. അതിൽ ചില പ്രാദേശിക താല്പര്യങ്ങളുണ്ടാകും. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന ഡ്രെയിനേജുകളും സിസ്റ്റവുമെല്ലാം ശാസ്ത്രീയമല്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയമായി പ്രതിപക്ഷത്തെയോ വേറെ ആരെയും ചാരിവെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇത് ശാസ്ത്രീയമായി നിർമ്മിക്കാനുള്ള കോർപ്പറേഷന്റെ ഉത്തരവാദിത്തം. ഉദ്യോഗസ്ഥർ അതിനില്ലേ? അവർക്ക് ശമ്പളം കൊടുക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ അത് വിലയിരുത്തണം. ഡ്രെയിനേജ് നിർമ്മാണത്തിന്റെ ഏതെങ്കിലും അശാസ്ത്രീയയുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, കേരളമൊട്ടാകെ മഹാപ്രളയമുണ്ടായ ഒരു നാടാണ്. അതിൻ്റെ ഭാഗമായിട്ട് നഗരത്തിലെ മാസ്റ്റർ പ്ലാനിൻ്റെ അകത്തുൾപ്പെടെ നിങ്ങൾ ശ്രദ്ധിക്കണം, പഠിക്കുന്നവർക്ക് മനസ്സിലാകും. ഈ വർഷം അംഗീകരിച്ച മാസ്റ്റർ പ്ലാൻ വരാനിരിക്കുന്ന ഭാവിയിലെ കോഴിക്കോടിൻ്റെ വികസനത്തെക്കുറിച്ചുള്ളത് ഹൈ റിസ്ക് ഏരിയ, ഹൈ റിസ്ക് സോൺ എന്നൊക്കെ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ മാപ്പ് ചെയ്തിരിക്കുന്നത് പുതിയ വെള്ളക്കെട്ടിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷത്തിലാണ്. ശരി, നേരത്തെ ഉണ്ടായിരുന്ന നഗരത്തിലെ വെള്ളക്കെട്ട് പ്രശ്നം കുറേയൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. നഗര വെള്ളക്കെട്ടിന്റെ ശാശ്വത പരിഹാരത്തിനായി കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കല്ലായിപ്പുഴയുടെ ആഴം കൂട്ടുക എന്നുള്ളതാണ്. കനോലി കനാൽ വഴി വെള്ളം ഒഴുകി കല്ലായിപ്പുഴയിലേക്ക് പോകണം. അതെ, ഞാൻ പറഞ്ഞു. പരിഹാരം കണ്ടോ എന്നുള്ള അങ്ങ് കൃത്യമായി ആ സ്ഥലം ഏതാണ്, എവിടെയാണ് പരിഹരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് ഡിഫെൻഡ് ചെയ്യാലോ നമുക്ക്. ഈ നഗരത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞല്ലോ. ഈ നഗരത്തിൽ എവിടെയും ഒരു വെള്ളക്കെട്ടുമില്ല എന്ന് പറയുന്നത് ശരിയല്ല. പലയിടത്തും ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. നഗരമാകെ ഈ കേരളത്തിലും രാജ്യത്തിന് പുറത്തുമൊക്കെയുള്ള നഗരങ്ങളിലും പ്രദേശങ്ങളിലുമൊക്കെ സ്വാഭാവികമായും വലിയ മഴ പെയ്യുന്ന സമയത്ത് വെള്ളക്കെട്ടുണ്ടാകുന്നൊക്കെ പ്രശ്നങ്ങളെ അത് അതിജീവിച്ച് മുന്നോട്ട് പോകണം. അതിന് ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ ഉണ്ടാക്കി പുതിയ കാലത്തിനനുസരിച്ച് ചിന്തിക്കുന്നത് അപ്പോഴും നമുക്ക് വെള്ളക്കെട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുൻപ് എനിക്ക് അടിയന്തരമായ ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വോട്ടർമാർക്ക് എന്താണ് ചോദിക്കാനുള്ളത് എന്ന് കൂടി കേൾക്കാം. ഇടവേളയ്ക്ക് വെൽക്കം ബാക്ക്. പൊളിറ്റിക്കൽ മാസ് തുടരുകയാണ്. കോഴിക്കോടിന്റെ മണ്ണിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ എന്താകും ഇത്തവണത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ചൂര് അളക്കുകയാണ് പൊളിറ്റിക്കൽ മാസ്. മുസാഫർ അഹമ്മദ്, നവ്യ ഹരിദാസ്, ഒപ്പം തന്നെ PM നിയാസ്. ഗസ്റ്റുകളിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെയുള്ള ആളുകൾക്ക് ചോദിക്കാനുണ്ടാവും. ആർക്കാ ചോദിക്കാനുള്ളത്? ഓക്കെ, ആരോടാ ചോദിക്കാനുള്ളത്? ചുരുക്കി ചോദിക്കണം. എനിക്ക് 3 പേരോടാണ് ഈ ചോദ്യം. ആദ്യം ഒരാളോട്. 3 പേരും ഓഫീസിലെ ആൾക്കാരാണല്ലോ കോർപ്പറേഷനിലെ. അപ്പോൾ അവരോട് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും വൃത്തികെട്ട ഒരു കൗതുക കാഴ്ചയാണ് കോഴിക്കോട് കോർപ്പറേഷൻ
ഓഫീസിലെ അങ്കണത്തിലെ സെപ്റ്റിക് ടാങ്ക് തുറന്നു വെച്ചത് അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കൗതുക കാഴ്ച ഒരുക്കിയതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ കൗതുക കാഴ്ച ഒരുക്കിയതെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് ജനങ്ങൾക്ക് തല താഴ്ത്തി പോകേണ്ട ഒരു ഗതികേടാണ്. ശരി, അങ്ങനെ മറുപടി പറയണ്ട. എനിക്കിത് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ചോദിച്ചാണെങ്കിലും തമാശയാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നവർ ഉദ്ദേശിച്ചത്, നിങ്ങളല്ല. നബിയുടെ സഹസുഹൃത്തായിട്ടുള്ള റിനീഷാണ് വീഡിയോ പറയുന്ന വിഷയമല്ലേ അല്ലേ? ആ വിഷയമാണ്. അദ്ദേഹം മറുപടി ചുരുക്കി പറയുന്നു. കോഴിക്കോട് കോർപ്പറേഷനിൽ 10-20 കൊല്ലം മുന്നേ ഒരു സെപ്റ്റിക്, അവിടുത്തെ പഴയ കെട്ടിടത്തോടുള്ള ചേർന്നുള്ളൊരു സെപ്റ്റിക് ടാങ്ക് ബ്ലോക്കായി. അത് ഓവർഫ്ലോ ചെയ്തു. അത് ക്ലീൻ ചെയ്യുന്ന ഈ ഇരിക്കുന്ന ആളുകളെ വീട്ടിലൊക്കെ, ഈ രാഷ്ട്രീയക്കാരും മറ്റുള്ള ആളുകളെ വീട്ടിലൊക്കെ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഉടനെ വീഡിയോ എടുത്തു. അങ്ങനെ നാട്ടിൽ പ്രചരിപ്പിക്കുക എന്നുള്ളൊരു പുതിയ കാലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇദ്ദേഹത്തെ പോലുള്ള പൗരന്മാരിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ആശയമുണ്ട്. അതിൽ നിന്നാണ് നിഷ്കളങ്കമായ ചോദ്യം. സ്വാഭാവികമായ ഒരു സംഭവം, ഒരു സെപ്റ്റിക് ടാങ്കിനകത്ത് വളരെ കാലം മുന്നേ നിർമ്മിച്ച ഒരു പഴയ ടാങ്കിനകത്ത് ഉണ്ടായ ബ്ലോക്ക് എടുത്ത് ഒഴിവാക്കി അത് നവീകരിക്കാനാണ് 22 കോടി ചെലവഴിച്ചത്. അയ്യോ ഈ ചർച്ച നിർത്തിവെച്ച ഉടനെ PM നിയാസ് സന്നദ്ധമാണെങ്കിൽ നവ്യ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി നടന്ന സെപ്റ്റിക് ടാങ്ക് ആണ് എന്ന് മാധ്യമ സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിൽ നമുക്ക് പരിശോധിക്കാം. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഇവിടെ അവിടെ ഉണ്ടായ ക്യാൻറ്റീനോട് ചേർന്നുള്ള പഴയ ടാങ്ക് ബ്ലോക്കായി. ഇതാണോ നമ്മുടെ നഗരത്തിലെ, ഈ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ്? എന്ത് അല്ല, ഞാൻ പറയട്ടെ ബാലിശമായ വിഷയങ്ങളാണ് ഈ നഗരവികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കുന്നത്. വിഷയങ്ങളില്ല അവർക്കൊന്നും. മറ്റൊരാൾ ചോദിച്ചോട്ടെ, ആരോട് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. മൈക്ക് ചോദിച്ചോളൂ. എന്റെ പേര് ഇർഫാൻ ഹബീബ് എന്നാണ്. നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. ഞാൻ ചോദിക്കുന്നത് അഴിമതി മുക്ത ഭരണമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ വെള്ളക്കെട്ടിന്റെ കാര്യവും പറഞ്ഞു. 2 കാര്യം പറഞ്ഞുതരാം. ഇതിന് മുകളിലൂടെ ഒരു ഡ്രോൺ ക്യാമറ വർക്കുന്നുണ്ട്. ഒരു 100 മീറ്റർ മുന്നോട്ട് പോയാൽ ഇവിടെ പുതിയ നിലവിലുണ്ടായിരുന്ന 90 കച്ചവടക്കാർക്ക് ബങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ 20 പേരാണ് നിലവിൽ ലൈസൻസ് ഉള്ള ചായ വണ്ടിയുടെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നത്. 20 പേരാണ് ചായ കച്ചവടം ചെയ്യുന്ന ആളുകൾ. ആ 20 പേരുടെ എസ്റ്റിമേറ്റിലാണ് 90 പേർക്കും വാഹനം നൽകിയിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു മൊബൈൽ മേടിക്കുമ്പോൾ സാംസങ്ങിൻ്റെ ഒരു X24 മേടിക്കുമ്പോൾ അതിൻ്റെ പ്രോ ഉണ്ടാവും, പ്രോ മാക്സ് ഉണ്ടാവും. ആ 3 വിലയായിരിക്കും. പക്ഷേ ഇവിടെ കോർപ്പറേഷൻ നൽകിയിരിക്കുന്ന 90 വണ്ടിക്കും സെയിം ഒറ്റ വിലയാണ്. അതായത് ചായ കച്ചവടം ചെയ്യുന്നവർക്കും ഐസ്ക്രീം കച്ചവടം ചെയ്യുന്നവർക്കും കടല വിൽക്കുന്ന ആൾക്കും ഒറ്റ വിലയാണ്. ആ വിലയുടെ വ്യത്യാസം, അതായത് ചായക്കട നടത്തുന്ന ആളെ വാഹനത്തിൽ 46,000 രൂപയുടെ ഇൻറ്റീരിയൽ ഉണ്ട്. ഞാൻ രേഖാമൂലമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് തരാം. ഈ ക്യാമറ ഒന്ന്, ഞാൻ പറയട്ടെ, ഈ ക്യാമറ ഒന്ന് അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് കാണിക്കാനും പറ്റും, അത് കാണാനും പറ്റും, ഈ വിഷയം ഇവിടുന്ന് കാണാനും പറ്റും. ഒരു വാഹനത്തിനകത്ത് 44,000 രൂപയുടെ ഇൻറ്റീരിയൽ ഉണ്ട്, GST ഉൾപ്പെടെ. അതേ വാഹനം തന്നെ കടല വിൽക്കുന്ന ആൾക്ക് ഇതൊന്നും 44,000 സാധനം ഇല്ല. ആ പൈസയിൽ 70 വാഹനത്തിന് അത്തരം പൈസ ഈടാക്കിയിട്ടുണ്ട്. 3 ലക്ഷം രൂപയാണ് ഈടാക്കിയത്. ആ പൈസ ആർക്കാണ് നൽകിയിരിക്കുന്നത്, അല്ല ആരാണ് വാങ്ങിയിരിക്കുന്നത്, അതൊന്നും സമർപ്പിച്ചു. പിന്നെ വെള്ളക്കെട്ടിന്റെ ഇർഫാൻ വളരെ സഹസിലിരിക്കുന്നുണ്ടെങ്കിലും ഈ നഗരത്തിലെ സജീവ കോൺഗ്രസ് പ്രവർത്തനം ഈ 5 കൊല്ലക്കാലം കോർപ്പറേഷനെതിരായി സമരം നടത്തുന്ന പ്രവർത്തനം കൂടിയാണ്. എന്ന് പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല. ആ വാചകം ഞാൻ ഉപയോഗിച്ചില്ല. അദ്ദേഹം പറഞ്ഞോട്ടെ. ഒറ്റ കാര്യം ഞാൻ നിങ്ങളെ നല്ല കാര്യം നല്ലതേ പറഞ്ഞോളൂ. നിങ്ങളെ പരിചയപ്പെടുത്തിയാണ്. നിങ്ങളെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയുള്ളൂ. ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. നിങ്ങളെ ഒരു പ്രശ്നത്തിലേക്ക് പോലെ നമ്മള് ചർച്ച ചെയ്യല്ലേ, നമ്മൾ ചർച്ച ചെയ്യുമ്പോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കില്ലേ? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ലേ? നിങ്ങൾ അല്ല
ചേട്ടാ സംസാരിച്ചോട്ടെ, സംസാരിക്കാം, നമുക്ക് ചർച്ച നടത്താം, നമുക്ക് സംസാരിക്കാം. സംസാരിക്കാം, കഴിഞ്ഞല്ലോ. അദ്ദേഹം മറുപടി പറയട്ടെ. അല്ല നിങ്ങളുടെ നേതാവോട് മറുപടി പറയാനല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ നമ്മൾ സംസാരിച്ച ഓക്കെ, മനസ്സിലായി. ഇരുന്നോളൂ. അല്ല ഇങ്ങിരുന്നോളൂ. നമുക്ക് ഇങ്ങനെ ചർച്ച പോകാനാവില്ല. ഇരിക്കും. ദയവായിട്ടിരിക്കും. കുഴപ്പമില്ല, അങ്ങ് മറുപടി പറഞ്ഞോളൂ. അതിന് മറുപടി പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല. അല്ല അത് വിട്ടേക്കോ. അതിൽ അഴിമതി ഉണ്ടോ? അതാണ് ചോദ്യം. അല്ല, ഇത് ആര് അഴിമതി എന്താണ്? അങ്ങ് പറഞ്ഞോളൂ. നമുക്ക് ഒരു സദസ്സിൽ വെച്ച് ഇപ്പം ഞാൻ കേൾക്കുന്നു, എനിക്കറിയില്ല, കോഴിക്കോട് കോർപ്പറേഷൻ്റെ കൗൺസിലിൽ പ്രതിപക്ഷ നിരയിലെ ആരെങ്കിലും ആധികാരികമായി അങ്ങനെ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചതായി എൻ്റെ ശ്രദ്ധയിലില്ല. മാധ്യമങ്ങളിലും അത്തരമൊരു ആരോപണം കൗൺസിൽ ഉന്നയിച്ചതായി വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം കോഴിക്കോട് കോർപ്പറേഷൻ എന്തോ ആയി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യമല്ല. ഫുഡ് സ്ട്രീറ്റ് ഒരു മാതൃകാപരമായിട്ടുള്ള പദ്ധതി ബീച്ചിൽ അവിടെ ആരംഭിച്ചു. ആ പദ്ധതിയുടെ പ്രത്യേകത അലങ്കോലപ്പെട്ട നമ്മുടെ തെരുവ് കച്ചവടക്കാരെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി മനോഹരമായ ഒരു ഡിസൈൻ ചെയ്യപ്പെട്ട എല്ലാ ട്രക്കുകളും ഒരുപോലെയാക്കുക, നഗരമാകെ. അതിന്റെ ഭാഗമായിട്ട് പദ്ധതിയുടെ വിഹിതം ഏതാണ് എന്നുള്ളത് കൂടെ ഇവിടെ പറയണം എന്നുള്ളത് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, ആ ചോദ്യത്തിൽ ഒരു കാര്യമുള്ളത്, നേരത്തെ അമൃത് പദ്ധതിയുടെ കാര്യം പറഞ്ഞല്ലോ. കേന്ദ്രത്തിന്റെ പൈസ ഇങ്ങനെ മേടിച്ചിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഇങ്ങനെ ചെലവഴിക്കുകയാണ്. അങ്ങനെയാണോ? അതൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറയാം. ഇവിടെ അമൃത് പദ്ധതിയെ കുറിച്ച് നേരത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആ പരിഹരിച്ച നല്ല കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കേന്ദ്ര ഗവൺമെന്റിന്റെ പണമാണ് എന്ന് പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ. അഭിമാനിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ 118 കോടി രൂപ തെറ്റിദ്ധരിക്കേണ്ട 118 കോടി രൂപ ഈ നഗരത്തിൽ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ അമൃത് ഫണ്ട് ഉപയോഗിച്ചാൽ അമൃത് എന്ന് പറയുന്നത് ആകെ കേന്ദ്ര ഗവൺമെന്റിന്റെ പണമാണ് എന്നാരും ധരിക്കണ്ട. 33% കേന്ദ്ര വീതം, 33% സംസ്ഥാന വീതം, 33% നഗരസഭാ വീതം. കേന്ദ്ര വീതം ഇല്ലാന്ന് ആര് പറഞ്ഞു? 118 കോടി രൂപ ചെലവഴിച്ച് കുടിവെള്ള പ്രശ്നം പരിഹരിച്ചു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കേന്ദ്ര ഫണ്ട് ഇല്ലാന്ന് പറഞ്ഞില്ല. കേന്ദ്ര ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ സംസ്ഥാനം കൊണ്ടുപോകുന്ന നികുതിയല്ലേ കേന്ദ്രം തരുന്നത്. ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്, അത് പ്രത്യേകം പറയേണ്ടതില്ല. ഒന്ന്, ഇവിടെ ഉന്നയിക്കപ്പെട്ട പുതിയ ഫുഡ് സ്ട്രീറ്റിൻ്റെ അകത്ത് മനോഹരമായ ട്രക്കുകൾക്ക് നഗരസഭ ഒരു തൊഴിലാളിയോടും പണം വാങ്ങി ഇടപാട് നടത്തിയിട്ടില്ല. അത് മനസ്സിലാക്കണം. കേരള ബാങ്ക് ഓരോ തൊഴിലാളിക്കും നഗരസഭ രൂപകൽപ്പന ചെയ്ത ട്രക്ക് വായ്പയൊരുക്കി കൊടുക്കുകയും ഓരോ തൊഴിലാളിയും കേരള മെറ്റൽ ഇൻഡസ്ട്രീസ് പൊതുമേഖലാ സ്ഥാപനം, ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനമല്ല അവർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എന്തോ അഴിമതിയാണ് എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ അഴിമതി എന്ന് കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് എന്തോ കളവ് നടത്തിയിട്ടുണ്ട്. നേരത്തെ 14 കൊല്ലം അഴിമതി പറഞ്ഞിട്ട് ഒരു വരി പോലും കോടതിയിൽ നേരത്തെ പറഞ്ഞ ബസ് സ്റ്റാൻഡ്, മീഞ്ചന്ത ബസ് സ്റ്റാൻഡ്, മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ്, പാർക്കിംഗ് പ്ലാസ, എല്ലാ പദ്ധതിയും, പച്ചക്കറി മാർക്കറ്റിൻ്റെ കല്ലുത്താങ്കട പദ്ധതിയടക്കം കേസിലായിരുന്നു. അപ്പോൾ ആ കേസ് പിടിച്ചിടല്ലാതെ അഴിമതിയെക്കുറിച്ച് ഒരു വരി പോലും ഒരു കോടതിയിൽ പോലും പറഞ്ഞില്ല. ശരി, ഓക്കെ. ശ്രീ PM നിയാസ്, നവിയിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ PM നിയാസ്, ഇപ്പൊ 50 കൊല്ലത്തെ ഇടതു ഭരണം അത് ദുർഭരണമായിരുന്നു കോഴിക്കോട് കോർപ്പറേഷനിൽ എന്നാണല്ലോ നിങ്ങൾ ആരോപിക്കുന്നത്, തെളിവുകളുണ്ടെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ദുർഭരണം, നിങ്ങളെ കോട്ട് ചെയ്താണ് പറയുന്നത്, എൻ്റെ അഭിപ്രായമല്ല. ഇങ്ങനെ ഒരു ദുർഭരണത്തിനെതിരെ നിങ്ങൾ വളരെ ശക്തമായ ഒരു മത്സരത്തിന് ഒരുങ്ങുന്നു എന്ന പ്രതീതി ഉണ്ടായിട്ട് എന്താണ് തുടക്കത്തിലെ പാളിപ്പോയത് നിങ്ങളുടെ പാർട്ടിക്ക്? നോക്കൂ, തിരഞ്ഞെടുപ്പ് തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ ഇക്കാര്യത്തിൽ വളരെ ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളൊക്കെ വോട്ട് വയ്ക്കാൻ പോകുമ്പോൾ മുഴുവൻ ആളുകളും, അത് CPM വോട്ട് ആൾക്കാർ, CIT തൊഴിലാളികൾ, അതുപോലെ DYFI ആൾക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇപ്പോൾ ഇതേപോലെ അഴിമതികളാണ്. അഴിമതിയുടെ കഥ നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ല ഞാൻ ചോദിച്ചത്, അങ്ങനെ ചോദിച്ചത് എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല. അതായത് നമ്മൾ തുടക്കത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിങ്ങൾക്ക് പാളിപ്പോയോ? ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ആയി വെച്ച 2 പേരാണ് വോട്ട് ഇല്ലാതെ പോയിട്ടുള്ളത്. ഒരാളല്ല, 2 പേര്. ഒരു പാവപ്പെട്ട സ്ത്രീ, അത് അവർ മത്സരിക്കാൻ തീരുമാനിച്ചത് മെഡിക്കൽ കോളേജ് സൗത്തിലാണ്, അവിടെ വോട്ടില്ല. ഞാൻ ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി വീടുകൾ കയറുമ്പോൾ അവിടെ തെരഞ്ഞു പിടിച്ച്
അത് മിഷൻ്റെ തകരാറാണെന്നാണ് ഇവർ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പിടിച്ച് UDF-ൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ടുകൾ മാത്രം ഇല്ലാതായി പോവുക, ആവിയായി പോവുക. എന്നാൽ CPM-ൻ്റെയും BJP-ൻ്റെയും 25 കൊല്ലം മുമ്പ് അവിടെ നിന്ന് വീട് പൊളിച്ച് അവിടെ കെട്ടിടങ്ങൾ സമുച്ചയങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കെട്ടിട നമ്പറിൽ അവർക്ക് ഇപ്പോഴും CPM-മാർക്ക് വോട്ടുണ്ട്. അതൊക്കെ ഒരു മായയാണ്. പിന്നെ താങ്കൾ പറഞ്ഞു ഈ 50 കൊല്ലം എങ്ങനെയായത്? 50 കൊല്ലത്തിന് മുമ്പ് കോഴിക്കോട് നഗരസഭ മാത്രമുണ്ടായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് 34 സീറ്റ് കിട്ടി. അന്ന് 50 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ. വഴിച്ച് ബേപ്പൂരും ചെറുവണ്ണൂരും എലത്തൂരും CPM-ന്റെ കോട്ട എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഇങ്ങോട്ട് കയറ്റിയപ്പോഴാണ് നമ്മൾ പുറകോട്ട് പോയത്. ഒരു കാര്യം പറയാം. ഇപ്പോ വെട്ടിമുറിച്ചിരിക്കുന്നത് ഞങ്ങൾ കോടതിയിൽ പോയി പക്ഷേ അത് കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് ഇപ്പോ വെട്ടിമുറിച്ചത് കോടതി പോയിട്ട് തിരിച്ചടിയായില്ലേ? കോടതി എന്താ പറഞ്ഞത്? വോട്ടർ പട്ടിക പരിശോധിക്കാനാണ് ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഒരു കാര്യം, താങ്കള് കോഴിക്കോടാണ് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾക്കും വോട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ താങ്കളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായി മാറിയിരുന്നെങ്കിൽ താങ്കൾക്ക് വോട്ടുണ്ടാകും. ഞാനൊരു കാര്യം പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞങ്ങള് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് മുസാഫറിനോട് പറയുന്നത്, നിങ്ങൾ വോട്ട് മുറിക്കുകയല്ല, നിങ്ങളെ ഈ അപ്പകഷ്ണം മുറിക്കുന്ന പോലെ വാർഡ് മുറിച്ചാലും ഇത്തവണ 50 വർഷത്തെ ദുർഭരണം തൂത്തറിഞ്ഞ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഇവിടെ വരും. അത് ഞങ്ങളുടെ ഉറപ്പല്ല, ഞങ്ങളുടെ താല്പര്യമല്ല, ജനങ്ങളുടെ താല്പര്യമാണ്. ആ താല്പര്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇത് അതേ നേരത്തെ പറഞ്ഞ ഒറ്റ കാര്യം പറയാം. അതേ നേരത്തെ പറഞ്ഞത് എന്താ, ഇവിടെ ഞങ്ങളല്ല ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളല്ല ചെയ്തതെന്നാണ് ഇത്രയും കാലം വെട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഞങ്ങൾ തെരുവ് കച്ചവടം ശരിയാക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാനുള്ള കാലത്താണ് അവിടെ നവീകരണം എന്താ പറഞ്ഞത്, ഇവിടെ ഉണ്ടാക്കിയിരുന്നത് 20 കൊല്ലമായി. അതുകൊണ്ട് 20 കൊല്ലമായ സാധനത്തിൽ ഒരുപാട് ആളുകൾ കൂടുതൽ വന്ന് അതുകൊണ്ട് നവീകരണം ഉണ്ടാക്കുന്ന 9.5 കോടിക്ക് പദ്ധതി ഉണ്ടാക്കി. ഇപ്പം 21 കഴിഞ്ഞ് 22ലേക്ക് എത്തുക. ആ പദ്ധതിയിൽ എന്താ ബാത്റൂം പെടില്ലേ? ആ പദ്ധതിയിൽ ടാങ്ക് പെടൂലേ? ആ ടാങ്ക് എന്താ ബാക്കി 22 കോടിക്ക് സ്വർണം കൊണ്ടാണോ നിങ്ങൾ ഈ അവിടെ വാതിൽപ്പാളികൾ മാറ്റിയത്? അപ്പോൾ 22 കോടി രൂപയ്ക്ക് ചെലവഴിച്ചിട്ട് പോലും ഒരു കക്കൂസ് ടാങ്ക് അതിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്നത് ഏത് വിദ്യയാണെന്ന് എനിക്ക് അറിഞ്ഞു. ശരി, അതിന് വേഗത്തിൽ മറുപടി പറയാം. നമ്മൾ ഈ ശങ്കരാടി സിനിമയിൽ പറയില്ലേ, വിയറ്റ്നാംകുള്ളിൽ ഇതാണ് രേഖ എന്ന് പറയുന്ന പോലെ മാസ്റ്റർ പ്ലാൻ രേഖയായി പോയോ? ഏതാ മാസ്റ്റർ പ്ലാൻ രേഖയായി പോയോ? സമഗ്ര വികസനം മാസ്റ്റർ പ്ലാൻ രേഖയായി പോയോ? മനസ്സിലായില്ല. അതായത് ഇതാണ് രേഖ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമല്ലോ. ഞാൻ പറയുന്നത് മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് കോഴിക്കോടിന്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ അല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിന്റെ അഡീഷണൽ ആയിട്ട് ചോദിച്ചതാണ്. അത് രേഖയായി പോയോ എന്നാണോ ചോദ്യം? ഇല്ലല്ലോ, മാസ്റ്റർ പ്ലാൻ അദ്ദേഹത്തിന് മറുപടി പറയാം. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ചോദിച്ചത് 50 കൊല്ലത്തെ ദുർഭരണത്തിനെതിരായിട്ടുള്ള ഈ പ്രതികരണത്തിൽ ഒന്നും പ്രേക്ഷകർ കേട്ടില്ലല്ലോ. ഞാൻ കേട്ടില്ല, ഒന്നും കേട്ടില്ല. അപ്പോൾ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. നിയാസ കൗൺസിലറായ കാലത്ത് അല്ലെങ്കിൽ നവ്യ കൗൺസിലറായ കാലത്ത് 9 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തി എന്ന് പറയുന്നത് 9 കോടി രൂപ പണം വെച്ച് ചെലവഴിക്കുന്ന നവീകരണ പ്രവൃത്തി. അടുത്ത പദ്ധതിയിൽ പണം കിട്ടുമ്പോൾ അഡീഷണൽ പ്രവൃത്തി. നഗരസഭ കാര്യാലയത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും ഉൾപ്പെടുത്തിയായിരുന്നില്ല കഴിഞ്ഞ കൗൺസിൽ കാലത്ത് പ്രവൃത്തി ആരംഭിച്ചത്. ഓരോ സ്വാഭാവികമായും അഡീഷണലായി പദ്ധതി വരുന്നതിനനുസരിച്ച് പണം വെച്ച് നല്ല ചോദ്യമാണ്. പല ടോയ്ലറ്റുകളും മറ്റു കാര്യങ്ങളും ഒന്നും ആദ്യത്തെ പദ്ധതിയിലുണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒരു പഴയ ക്യാൻറ്റീനോട് ചേർന്നുള്ള സെപ്റ്റിക് ടാങ്കുകൾ മാറ്റിയ പ്രവൃത്തി, ഇതുപോലുള്ള പ്രവൃത്തി ആ പദ്ധതിയിലുണ്ടായിട്ട് നടത്താതെ പണം തട്ടുന്നതാണല്ലോ ആരോപണം. തീർച്ചയായും ഉന്നയിക്കട്ടെ, ഇതുവരെ ഉന്നയിച്ചില്ലല്ലോ. മൈക്ക് കിട്ടുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകരോട് അഴിമതി എന്ന് പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും. മാസ്റ്റർ പ്ലാൻ അല്ല, നഗരത്തിൽ ഒരു വീട് നിർമ്മിച്ച് നൽകുമ്പോൾ ഏറ്റവും ആദ്യം പരിഗണിക്കുന്നത് എന്താണ്? ഒരു പ്ലാൻ അനുവദിച്ച് നൽകുന്ന സമയത്ത് ഒരു വീടുകൾക്ക്, ഒരു ചെറിയ വീടാണെങ്കിലും ഒരു മുറിയുള്ള വീടാണെങ്കിലും ഏറ്റവും ആദ്യം നഗരസഭ പരിശോധിക്കുന്നത് എന്താണ്? ആ സാധനം നമ്മുടെ നഗരസഭയ്ക്കകത്ത് വേണ്ട എന്നുള്ളതാണോ ഡെപ്യൂട്ടി മേയർ പറയുന്നത്? 9 കോടി ആയിരുന്നു നമ്മൾക്ക് പ്രവർത്തനത്തിന് വേണ്ടി ആദ്യം വകയിരുത്തിയിരുന്നത്. കഴിഞ്ഞ കൗൺസിലും അതിന് മുൻപുണ്ടായിരുന്ന കൗൺസിലും കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ അകത്തുള്ള വ്യക്തിയാണ് ഞാൻ. 9 കോടി രൂപ എന്നുള്ളൊരു എസ്റ്റിമേറ്റ് കോർപ്പറേഷൻ വെക്കുന്നു. അത് കഴിഞ്ഞ് കാലക്രമേണ കുറച്ച് തുക വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ 19 കോടിയിലേക്കാണ് അത് എത്തിയത്. 10 കോടി രൂപയാണ് കോഴിക്കോട് കോർപ്പറേഷൻ അധികം വകയിരുത്തിയത്. എന്നിട്ടും ഈ 19 കോടി രൂപ ചെലവഴിച്ചിട്ടും ഈ കോർപ്പറേഷനകത്ത് ഒരു സെപ്റ്റിക് ടാങ്ക് പോലും നന്നാക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ നഗരസഭ നമ്മുടെ നഗരത്തിലുള്ള ശുചിത്വ പരിപാലനം? വിശദമായി മറുപടി പറയണം. അതിന് മുൻപ് എനിക്ക് വേഗത്തിൽ ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകരിലേക്ക് ഉൾപ്പെടെ മടങ്ങിയെത്തും.
വെൽക്കം ബാക്ക്. പൊളിറ്റിക്കൽ മാസ് തുടരുകയാണ്. കോഴിക്കോട് കോർപ്പറേഷനിലെ ചോദ്യങ്ങൾക്ക് വിശദമായ ഉത്തരമുണ്ട്. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് അവർ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് വേഗം മറുപടി പറയാം. ഇതിനിൽ മാസ്റ്റർ പ്ലാൻ എന്നുള്ളത് കോഴിക്കോട് അർബൻ ഏരിയ മാസ്റ്റർ പ്ലാൻ ടൗൺ ആൻഡ് കൺട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന ഭാവിയിൽ കോഴിക്കോട് എല്ലാ കാലത്തും ആ മാസ്റ്റർ പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് സമഗ്രമായ പബ്ലിക്കിൻ്റെ കൂടെ അഭിപ്രായങ്ങൾ കേട്ട് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേട്ട് കൗൺസിൽ അംഗീകരിച്ച് സർക്കാർ അംഗീകരിച്ച് നടപ്പാക്കുന്ന കാര്യമാണല്ലോ മാസ്റ്റർ പ്ലാൻ. ആ മാസ്റ്റർ പ്ലാന് ഊന്നിക്കൊണ്ടാണ് നഗരത്തിലെ എല്ലാ ആസൂത്രണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഐക്യകണ്ഠേനയാണ് മാസ്റ്റർ പ്ലാൻ എല്ലാ കാലത്തും പാസ്സായിക്കൊണ്ടിരിക്കുന്നത്. അത് ഭരണപക്ഷ പ്രതിപക്ഷമൊന്നുമില്ല. ആ മാസ്റ്റർ പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നഗരവികസനം നടക്കുന്നത്. അപ്പോൾ ഈ നഗരത്തിൻ്റെ സാധ്യതകൾ പരിമിതികൾ എല്ലാം മാസ്റ്റർ പ്ലാന് ഓവർകം ചെയ്തുകൊണ്ടാണ് ആ വീക്ഷണം വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല, ഭരിക്കുന്നവരുടെ കുറ്റമല്ല. ഞാൻ പറഞ്ഞല്ലോ, നഗരത്തിൻ്റെ ചരിത്രം, അതിൻ്റെ പരിമിതി ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളെല്ലാം വെച്ച് മാസ്റ്റർ പ്ലാൻ ഈ നഗരത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മുന്നോട്ട് വെക്കുന്നതാണ് കാലാകാലം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായ നഗരവികസനത്തിന് വേണ്ടി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതിനാണ് കൗൺസിൽ മുൻകൈയെടുത്ത് നടപ്പാക്കുന്നത്. നഗരവികസനത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളിൽപ്പെട്ട സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി നമ്മൾ നടപ്പാക്കാൻ 2 പദ്ധതികൾ കാലത്ത് മുന്നോട്ട് പോയി. ഒരു കരാർ ഒന്ന് അംഗീകരിച്ചു കഴിഞ്ഞു, മറ്റൊന്ന് ടെൻഡർ കഴിഞ്ഞു, മുന്നോട്ട് പോകുന്നു. സുസ്ഥിരമായ നഗരവികസനത്തിന് വേണ്ടി ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെക്കുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നഗരം മുന്നോട്ട് പോകുന്നത്. ഒരു ഹാപ്പിനെസ് സിറ്റിയാക്കി കോഴിക്കോട്ടിനെ മാറ്റുക. നമ്മുടെ കുറവെന്താ? ആരുടെയും തലയിൽ വെക്കേണ്ടതല്ല. ഓപ്പൺ സ്പേസിൻ്റെ കുറവ് ഉള്ള നഗരമാണ്. അതീ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കുറവായിരുന്നില്ല. നമ്മുടെ രാജാക്കന്മാരുടെ കാലത്ത് രൂപപ്പെട്ട നഗരം, നമ്മുടെ വാണിജ്യ ചരിത്രവുമായി ബന്ധപ്പെട്ട നഗരം. ഈ നഗരത്തിൻ്റെ പരിമിതിയും സാധ്യതയുമുണ്ട്. അതിന് സാധ്യതകൾ ഉപയോഗിക്കാനാണ് മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പുതിയ കാലത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നഗരവികസനം, അതാണ് STP പോലുള്ള പദ്ധതികൾ. പക്ഷേ റോഡുകൾ 5 കൊല്ലം ഞങ്ങൾക്ക് നടത്തി തരാമെന്നാണ് പറഞ്ഞത്. അതെ. എന്തുകൊണ്ട് ഇപ്പോൾ ഈ ഇവർക്ക് കൊച്ചി നഗരം ഒക്കെ താരതമ്യം ചെയ്യുന്നു. ഇപ്പോൾ ഓഫീസിനെ കുറിച്ച് ചർച്ച കഴിഞ്ഞു. ഒരു പുതിയ ഓഫീസ് കോടിക്കണക്കിന് രൂപ നിർമ്മിച്ച് പല നഗരസഭകളിലും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ചാണ് കഴിഞ്ഞ കൊച്ചി കോർപ്പറേഷൻ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കെടുത്ത്. ഇവിടുത്തെ പ്രതിപക്ഷം അടുത്ത കാലത്തായി PT മധുസൂദനക്കുറുപ്പിൻ്റെ ചരിത്ര പാരമ്പര്യമുള്ള പ്രതിപക്ഷ നേതൃനിരയിൽ തീർച്ചയായും ആരൊക്കെ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നഗരവികസനത്തിന് രാഷ്ട്രീയത്തിനപ്പുറമുള്ള വികസന കാഴ്ചപ്പാടുകൾ ഈ നഗരത്തിൽ രൂപപ്പെട്ടു വരണം. പുതിയ ഓപ്പൺ സ്പേസിൻ്റെ സാധ്യതകൾ മാസ്റ്റർ പ്ലാനിന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ധാരാളം പുതിയ റോഡുകൾ നഗരത്തിൽ വന്നു കഴിഞ്ഞു. ഇനി പുതിയ ഡിസൈൻ റോഡുകൾ, തീം റോഡുകൾ, ജംഗ്ഷൻ വിപുലീകരണം, ഇത്തരം കാര്യങ്ങൾ ധാരാളം ഈ കൗൺസിൽ തന്നെ മുന്നോട്ട് വെക്കപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ ബ്യൂട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എല്ലാം പലതും തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഒരു 5 വർഷക്കാലം കൊണ്ടെല്ലാം നടപ്പാക്കി പൂർത്തീകരിക്കാൻ ഒരു ഭരണസമിതിക്കും കഴിയില്ല. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് വെക്കുന്നത്. വീണ്ടും പുതിയ ഭരണസമിതികൾ വരും, തുടർച്ചയാണ്. അപ്പോൾ കോഴിക്കോട് പോലെയുള്ള നഗരത്തെ സംബന്ധിച്ചിടത്തോളം 3.5 വർഷക്കാലമാണ് കോവിഡിന് ശേഷം ഈ ഭരണസമിതിക്ക് പ്രവർത്തിക്കാൻ കിട്ടിയത്. അഭിമാനകരമായ നേട്ടങ്ങൾ, 100 കണക്കിന് പേജുള്ള പുസ്തകം തിളക്കം എന്ന പേരുള്ളത് ബഹുമാനപ്പെട്ട PM നിയാസിന്റെ കയ്യിലുണ്ട്. ആ വികസനമാണ് ഇവിടെ നടപ്പാക്കുന്നത്. ആരോട് ചോദിക്കാനുള്ളത്? നിയാസിനോടാണ്. ചോദിച്ചോളൂ. നിയാസ് ഇവിടെ ഇപ്പോൾ ഇച്ഛാശക്തിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ ഇച്ഛാശക്തി കേരളം കണ്ടതാണ്. കാരണം നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇച്ഛാശക്തി എന്താണ് എന്നുള്ളത് കേരളം ശരിക്കും കണ്ടതാണ്. അതേപോലെ തന്നെയാണ് എറണാകുളത്തും തൃശ്ശൂരിലും ഈ അടുത്ത് ഇടതുമുന്നണി LDF കോർപ്പറേഷനിലേക്ക് വന്ന സമയത്ത് അവിടെ 5 വർഷം കൊണ്ട് കാണിച്ചു തന്ന ഇച്ഛാശക്തിയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയില്ല. പിന്നെ ഇവിടെ ഈ LDF കോഴിക്കോട് കോർപ്പറേഷന് കൊണ്ടുവരുന്ന ഏതൊരു പദ്ധതിക്കെതിരെയും നിങ്ങൾ SDPIയെയും ഇവിടുത്തെ വർഗീയ പാർട്ടികളെ എല്ലാവരും കൂട്ടിയിട്ട് മുടക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല ചെയ്യുന്നത്, ഇതുവരെ ചെയ്തിട്ടുള്ളത്. ശരി, നോക്കൂ, ഇച്ഛാശക്തിയെക്കുറിച്ച് പറയുമ്പോൾ 50 കൊല്ലമായി ഒരു മാസ്റ്റർ പ്ലാൻ പോലും ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത നിങ്ങളുടെ ഇച്ഛാശക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഐക്യജനാധിപത്യത്തിനെ കുറിച്ച് പറഞ്ഞു. കോഴിക്കോട് ഇപ്പോൾ ഐക്കോണിക്കായിട്ടുള്ളത് മാനാഞ്ചിറ സ്ക്വയറാണ്. ആരാ ഉണ്ടാക്കിയത്? കോർപ്പറേഷൻ ഭരണാധികാരി ഇല്ലാത്തപ്പം ഐക്യജനാധിപത്യം വേണ്ടി കരുണാകരൻ സർക്കാർ ഉള്ളപ്പോൾ കലക്ടർ മേയറായപ്പോൾ ഉണ്ടാക്കിയതാണ്. കോഴിക്കോട്ടെ കുപ്പിക്കഴുത്ത് പോലെയുള്ള മുതലക്കുളം മൈതാനം ആരാണ് നന്നാക്കിയത്? ആ കാലത്താണ്. കോഴിക്കോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥശാല, ലൈബ്രറി, അത് മുതുക്കി പണിതത് ആരാണ്? ആ കാലത്താണ്.
നിങ്ങൾക്ക് 50 കൊല്ലത്തിനിടയിൽ കോഴിക്കോട് പാളയത്തെ ജയന്തി ബിൽഡിംഗ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 32 കൊല്ലമായി. അതിനുശേഷം സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് നിന്ന് കത്തിയത് 24 മണിക്കൂറാണ് നിന്ന് കത്തിയത്. ആരാണ് ഉത്തരവാദി? 50 കൊല്ലമായി നിങ്ങൾ ഭരിച്ചവരല്ലേ? കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡ് എന്താ സ്ഥിതി? ഇന്ന് പാളയം ബസ് സ്റ്റാൻഡ് നിങ്ങൾ ഒരു മിനിറ്റ്, പാളയം ബസ് സ്റ്റാൻഡ് നിങ്ങൾ തൂക്കി വെക്കാൻ പോവാ. പാളയം ബസ് സ്റ്റാൻഡ് തൂക്കി വെക്കാൻ പോവാ. ഇത് നടക്കില്ല. നിങ്ങൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഒരു കാര്യം പറയാം. കോഴിക്കോട് നഗരവാസികൾ ആഗ്രഹിക്കുന്നു, ഇത് വയോജനങ്ങളുടെ ഒരു നഗരമായി ഈ നഗരം മാറരുത്. യുവാക്കൾക്ക് സ്പന്ദനം ഉൾക്കൊള്ളുന്ന യുവാക്കൾക്ക് അവർക്ക് വേണ്ടിയുള്ള ഒരു ആവണം. അവർക്ക് പഠിക്കുവാൻ, അവർക്ക് ജോലി നൽകുവാൻ, അവർക്ക് സ്വൈര്യത്തോടു കൂടി യൂത്ത് വൈബ് നിറഞ്ഞു തുളുമ്പുന്ന കോഴിക്കോട് നഗരമാക്കാൻ. അതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. 50 കൊല്ലം കൊണ്ട് കഴിയാത്തത് ഇനി 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ വെറും 5 കൊല്ലം മാത്രം മതി. 5 കൊല്ലം കൊണ്ട് ഞങ്ങൾ 7 കോടതിയിൽ പോയും 7 കേസും ജയിച്ച് പാവപ്പെട്ട സാധാരണക്കാരെ ജനങ്ങളുടെ വെള്ളക്കെട്ട് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ അഴിമതി ഉൾപ്പെടെ മുന്നോട്ട് പോകാൻ തയ്യാറാകും. 5 കൊല്ലം മതി എന്ന് പറയുന്നത്. 5 കൊല്ലം കൊടുക്കണ്ടേ അവർ ജനങ്ങള്? ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ബഹുമാന്യനായ എൻ്റെ സുഹൃത്ത് ബഹുമാന്യനായ പ്ലീസ് എൻ്റെ സുഹൃത്തായിട്ടുള്ള PM നിയാസിന് പല കാര്യങ്ങളെക്കുറിച്ചും നല്ല ധാരണയുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ധാരണയില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ സദസ്സിനെ അല്ലെങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനായി അദ്ദേഹം പറയുന്നത് 50 കൊല്ലമില്ലാത്ത മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് എന്താണ്? മാസ്റ്റർ പ്ലാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പ്രാഥമികമായി കൗൺസിലർമാരായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാസ്റ്റർ പ്ലാൻ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യണം. ഓരോ വാർഡ് അടിസ്ഥാനത്തിലും ജനപ്രതിനിധികളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. മാസ്റ്റർ പ്ലാന്റെ അഭിപ്രായങ്ങൾ മാസ്റ്റർ പ്ലാൻ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ വാർഡ് തലത്തിൽ പ്രാദേശിക അഭിപ്രായങ്ങൾ കേൾക്കണം. അല്ലാതെ പരാതികൾ കേൾക്കണം. വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ അഭിപ്രായങ്ങൾ കേട്ട് കൗൺസിൽ മുമ്പാകെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സ്പെഷ്യൽ കമ്മിറ്റി കൗൺസിൽ രൂപീകരിക്കണം. ഇതെല്ലാം നിയമത്തിൽ പറയുന്നതാണ്. അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ കമ്മിറ്റിയിൽ ഈ എല്ലാ കാലത്തും അംഗീകരിക്കുന്ന സ്പെഷ്യൽ കമ്മിറ്റിയിൽ കോൺഗ്രസ് ഉണ്ട്, ലീഗുണ്ട്, BJPയുടെ പ്രതിനിധികളുണ്ട്. എല്ലാവരും അടങ്ങിയിട്ടുള്ള സ്പെഷ്യൽ കമ്മിറ്റിയാണ് ഈ അഭിപ്രായങ്ങളെല്ലാം പരാതി കേൾക്കുന്നത്. ആ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഹിയറിംഗ് എല്ലാം കഴിഞ്ഞ് മാസ്റ്റർ പ്ലാനിൻ്റെ അകത്ത് വരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് കൗൺസിലിലേക്ക് ശുപാർശ ചെയ്തിട്ട് വിശദമായി കൗൺസിൽ ചർച്ച ചെയ്തിട്ട് കൗൺസിൽ അംഗീകരിച്ചിട്ടാണ് മാസ്റ്റർ പ്ലാൻ അംഗീകരിക്കുന്നത്. പബ്ലിക് അഭിപ്രായം പറയണം, കൗൺസിൽ അഭിപ്രായം പറയണം, ഭരണപക്ഷത്തുള്ള ഇത്രയും വലിയ ഡെമോക്രാറ്റിക്കായി മാസ്റ്റർ പ്ലാൻ കാലാകാലങ്ങളിൽ അംഗീകരിക്കുന്ന നഗരസഭയുടെ പ്രാഥമികമായ മാസ്റ്റർ പ്ലാനെ കുറിച്ച് അറിയില്ല രണ്ടുപേർക്കെന്ന് പറയുമ്പോൾ ദയനീയമാണ്. മാസ്റ്റർ പ്ലാൻ ഇല്ല എന്നൊക്കെ കക്ഷി നേതാക്കളായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് അത് ശരിയാണെന്ന് ഇവിടെ BJPയുടെയും കോൺഗ്രസിന്റെയും പ്രതികളോട് പറയാനുള്ളത് രണ്ടുപേരോട് ജനറലായിട്ട് പറയാനുള്ളതാണ് ചോദ്യം തന്നെ. 50 വർഷത്തിനിടയിൽ ഭരിച്ചു നിങ്ങൾ പറയുമ്പോൾ ഈ 50 വർഷത്തിനിടയിൽ 9 തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മാൻഡേറ്റ് പുതുക്കിയിട്ടാണ് LDF അധികാരത്തിൽ വന്നത്. നിങ്ങളിങ്ങനെ എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും ഇപ്പൊ ഞങ്ങൾ പിടിക്കും UDFകാരോട് പറയാനുള്ളത് 23 വാർഡുകളിൽ നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്താണെന്നുള്ള അത് മറന്നുകൊണ്ടാണ് നിങ്ങൾ ഈ വെല്ലുവിളി നടത്തുന്നത്. പറഞ്ഞൊരു കാര്യം നിങ്ങള് മാറ്റത്തെ കുറിച്ച് പറയുന്നു. കോഴിക്കോട്ടെ 9 തെരഞ്ഞെടുപ്പിന് മാത്രമല്ല 9 തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല
പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഇവിടെ, അല്ല, നിയമസഭ എനിക്ക് നടക്കുന്നുണ്ട്. രാജിച്ചില്ലേ? എന്നിട്ടും കോർപ്പറേഷനിൽ തുടർച്ചയായി ഞങ്ങളെ- ഈ ഭരണത്തെ തുടരുന്നു. ശരി ശരി എന്തുകൊണ്ട്? ശരി അങ്ങ് മറുപടി പറഞ്ഞോളൂ. നമുക്ക് തരാം നമുക്ക് തരാം. ദിനിൽ, അപ്പൊ ദിനിൽ, PM, ദിനിൽ, ദിനിൽ PM. അവസാനം ഓക്കേ, ശരി, 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 ശരി. Please, please, അങ്ങ് പറയ്, അങ്ങ് പറയ്, അങ്ങ് പറയ്. അല്ല, ചോദ്യം അദ്ദേഹത്തോടാണ്. ചോദ്യം അദ്ദേഹത്തോടാണ്. ചോദ്യം അദ്ദേഹത്തോടാണ്. ഞാൻ പറയട്ടെ. അല്ല, ചോദ്യം അദ്ദേഹത്തോടാണ്. ചോദ്യം അദ്ദേഹത്തോടാണ്. ഒരു മിനിറ്റ്. അല്ല, അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ചോ. നേരത്തെ നിയാസ്, നേരത്തെ ഈ പ്രതീക്ഷകളൊക്കെ ഞാൻ പറയട്ടെ. പ്ലസ് ഞാൻ പറയട്ടെ. നേരത്തെ ദിനിൽ നേരത്തെ PM നിയാസ് ശരി 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 ഓക്കെ ഓക്കെ അങ്ങ് ദയവായിരിക്കും. ഓക്കെ ശരി അങ്ങ് പറയും. ചുരുക്കി പറയണം. 30 സെക്കൻഡ്. ഓക്കെ അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് പറഞ്ഞോളൂ. നേരത്തെ പ്ലീസ് നേരത്തെ അങ്ങ് പറഞ്ഞോളൂ. അങ്ങ് പറഞ്ഞോളൂ. നേരത്തെ 33 സീറ്റ് കിട്ടിയ UDF അന്നും നഗരം പിടിക്കാമെന്നതാണ്. അതിന് അദ്ദേഹം പറഞ്ഞെന്താ, മറ്റു പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താൽ ഉള്ള പ്രദേശത്തെ 33 സീറ്റ് UDF എങ്ങനെ ചോരുക? അപ്പൊ ജനങ്ങൾ പിന്നെയും ഇവിടെ അവരുടെ കൂടെ അല്ല. വലിയ നേതാവായ എന്റെ സുഹൃത്ത് നിയാസ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോ ഇവിടെ ആരെയാണ് UDF മുൻനിർത്തിയത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. വിഭജനത്തെ പറഞ്ഞുകൊണ്ട് ചാലപ്പുറം വാർഡ് അവർക്ക് മറുപടി പറയണ്ടേ? അല്ല അങ്ങ് ഇത്ര സംസാരിച്ചില്ലേ? ദയവായിരിക്കും. ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഡെപ്യൂട്ടി മേയർക്കുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കോഴിക്കോട് കോർപ്പറേഷന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി കഥകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു 5 വർഷമാണ് കടന്നു പോയിട്ടുള്ളത്. കെട്ടിട നമ്പർ അഴിമതി, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹളം വെച്ചോണ്ട് കാര്യമില്ല. കെട്ടിട നമ്പർ അഴിമതി, രാത്രി 12 മണിക്ക് ഓഫീസ് തുറന്നു വെച്ച് കെട്ടിടത്തിന് നമ്പർ ഇട്ട് കൊടുത്തിട്ടുള്ള കോർപ്പറേഷനാണ് ഇത്. ശരി, ഈ വിധം വളരെ സങ്കീർണമായ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ചർച്ചയാകും. കേരളത്തിലെ പൊതുരാഷ്ട്രീയ വിഷയങ്ങളും കോഴിക്കോട് ചർച്ചയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും ജനങ്ങൾക്കും കോഴിക്കോട്ടെ വോട്ടർമാർക്കും നന്ദി. ഗുഡ് നൈറ്റ്.